എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓടപ്പൂക്കളുടെ ആദ്യഘട്ടമെന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇങ്ങനെ ഓട മുറിച്ചിട്ട് ഏകദേശം ഒരടി അല്ല 1.25 അടിയൊക്കെ നീളത്തിൽ ഓട മുറിച്ചിട്ട് ഇതിങ്ങനെ ചതച്ച് വെക്കുകയാണ്. അപ്പോൾ ചതച്ച് വെച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഇങ്ങനെ ചീർപ്പ് പോലത്തെ ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ കൊണ്ട് നിർമ്മിച്ച ചീർപ്പ് പോലത്തെ ഒരു ലഘു ഉപകരണങ്ങൾ കൊണ്ട് ഓടപ്പൂക്കൾ ഇങ്ങനെ ചീകി വൃത്തിയാക്കുകയാണ്. ഈ ഓടപ്പൂക്കളുടെ നിർമ്മാണ രീതി ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ ഒരു സുഹൃത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ഓടപ്പൂക്കളുടെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം തൊട്ട് ഒന്ന് ലഘുവായിട്ട് പറയാമോ? ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ പോയിട്ട് ഈ ഓട സംഭരിക്കലാണ് ഫസ്റ്റിലെ പരിപാടി. ഇത് അവരുടെയൊക്കെ അനുവാദം മേടിച്ചത് കൊത്തി ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കും. ഓടയായിട്ട് വീടുകളിൽ നിന്ന് അത് ചതച്ചിട്ടാണ് ഈ രീതിയിലോട്ട് നമുക്ക് കടയിലേക്ക് വരുന്നത്. എന്നിട്ടാണ് നമ്മൾ പിന്നത്തെ വർക്കാണ് നമ്മളിത് ചീകി നൈസാക്കുക. ഇതാണ് അതിൻ്റെ സൂചി. ഈ സൂചിക്ക് നമ്മൾ ചീകി നൈസാക്കി പിന്നത്തെ ഘട്ടം അടുത്ത ഘട്ടം അതാണ്. അടുത്ത ഘട്ടം അത് മറിച്ച് നൂല് ചരട് കെട്ടുക. ആ ചരട് കെട്ടി അത് ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു 10 കൈയെങ്കിലും മാറി മറിയണത്. 10 ആളുടെങ്കിലും വർക്കുണ്ട് ഒരു പൂവായി വരും. ഈ അമ്പലത്തിലെ ആവശ്യത്തിനായതുകൊണ്ട് മാത്രമേ ഇത് അനുവദിക്കുന്നതാണ്. നട്ടു വളർത്തുന്നവരല്ല, ഇത് ചില ഏരിയകളിൽ തോടുകളിലുണ്ട്, ചെറിയ ചെറിയ തോടുകളിൽ. ഇതിൻ്റെ നമ്മൾ ഈ പുതുമഴയ്ക്ക് മുളയ്ക്കുന്ന മുളയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇല വിരിയുന്നതിന് മുമ്പ് ഈ ഓട നമ്മൾ കൊത്തിയതിന് ശേഷം ആണ് നമുക്കിത് ചതച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് നൈസായിട്ട് ചതഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂക്കാൻ പാടില്ല. മൂക്കാത്ത ഓടയായിരിക്കണം. അത് ഈ ഒരു പുതുമഴ പെയ്യുന്ന സമയത്താണ് ഈ സാധനം കിളിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ ഈ സാധനം പിന്നെ കിളിർത്താലും പിന്നെ ഇത് പൊട്ടിയൊരു ഉത്സവം കഴിയുന്നതോടുകൂടി ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ മുളയ്ക്കുന്ന മുളയാണ്. ഒരു 4 മുട്ട 5 മുട്ടുള്ളൊരു മുളയാണ് നമുക്ക് ആവശ്യം. ഓടയല്ല, ഓടയുടെ മുള. അത് തന്നെ ഒരു 1.5 ആൾ പൊക്കം. അത് തന്നെ അതേ പറ്റുള്ളൂ. ഇത് ചതച്ച് നമ്മൾ ഈ മെല്ലെ ചതച്ചിറക്കിയിട്ടാണ് ഇത് പൊട്ടിക്കാണ്ട് നമ്മൾ ഈ രീതിയിൽ എടുക്കണം. എന്നാലേ നമുക്കിത് നൈസാക്കാനും നൂലാക്കാനും പറ്റുള്ളൂ. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കൊട്ടിയൂര് ദക്ഷയാഗം നടന്നിട്ട് ദക്ഷന്റെ താടിയായിട്ടാണ് ശരിക്കും ഇത് സങ്കല്പിക്കുന്നത്. ദക്ഷന്റെ താടിയായിട്ട് സങ്കല്പിച്ചതിന് ശേഷമാണ് നമ്മൾ ശിവൻ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വിശ്വസിച്ച് ശരിക്കും നമ്മളിത് ദക്ഷന്റെ താടി എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ കൂടുതലും പ്രചാരം അതിനാണ്. ഇത് അമ്പലത്തിലെ ഒരു പ്രസാദമാണ്. ഇവിടെ വരുന്നവർ മുഴുവനും ഇത് വാങ്ങും. ഒരു വീടിന് ഒരെണ്ണം ഇത് ആവശ്യമാണ്. ഒരു വർഷം നമ്മളിത് വീട്ടിൽ കെട്ടിയിടുന്നത് നമുക്ക് ഇവിടുത്തെ പെരുമാളിൻ്റെ ഒരു അനുഗ്രഹം ആ വീടിനുണ്ടാവും ഒരു വർഷം എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൂവും കൊണ്ട് ഈ ഓടപ്പൂ കൊട്ടിയൂരത്ത് ഒരു വിശേഷമായിട്ട് മാറുന്നത്. ഇതിന് വിൽപ്പനയിലുണ്ട്. ഇതിന് നമുക്കിപ്പോൾ ചിലവ് ഒരു 60-70 രൂപയുടെ ചിലവ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ചിലവ് അത്ര പെരുത്ത് ചിലവാണ്. കാരണം ഓരോ ഓടയ്ക്ക് തന്നെ വലിയ കാശാണ്. അത് പിന്നെ ചതയ്ക്കുന്ന കാശ്, ഇതിങ്ങനെ ചെയ്യുന്ന കാശ്, ഇതെല്ലാം പീസ് വർക്കുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കാശ് ഈ ഇത്ര കരുത്തി. പിന്നെ തറവാടകയും വലിയൊരു കാശാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയൊരു കാശ് വരുന്നത്. ഇപ്പോൾ ഒരു 70 രൂപയെങ്കിലും മുതലും പിന്നെ എന്തെങ്കിലും കിട്ടും മുകളിലോട്ട്. അതാണ് ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ അത് അപൂർവമായിട്ട് അങ്ങനെ ഒരു കച്ചവടം നടക്കുള്ളൂ. അങ്ങനെ നടന്നു പോണേ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പേരെന്നാ പറഞ്ഞേ? സത്യൻ ചേട്ടൻ ഈ പറയുന്ന ഓടപ്പൂവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പോൾ സത്യൻ ചേട്ടൻ ഒരു നന്ദി പറഞ്ഞുകൊണ്ട്
യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.